श्रीगुरु वैष्णवांश्च श्रीरूपं सागरजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधा कृष्ण पादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपामहं वन्दे परमानन्दमाधवं नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हरे कृष्ण। ओम तत्सत्. നമ്മൾ നീണ്ട ഒരു മാസത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ കൂടുതലായി, നമ്മൾ ഭഗവത്ഗീതയിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായം 4-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ പേര് തന്നെ അതീന്ദ്രിയ ജ്ഞാനം. അതായത് സാധാരണയായി നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതീന്ദ്രിയമായ ജ്ഞാനമാണ്. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അർജുനനെ എങ്ങനെയാണോ ഭഗവാന്റെ ആ വിശ്വവ്യാപ്തി കാണാൻ സാധിച്ചത്, ഞാൻ വിശ്വവ്യാപ്തി, വിശ്വരൂപത്തിനുപരിയായിട്ട് വിശ്വവ്യാപ്തി എന്ന് പറഞ്ഞത്, അവിടെ വിരാട പുരുഷ സങ്കല്പം, വിരാട പുരുഷ സങ്കല്പം. ഭഗവാൻ അങ്ങനെ ഒരു രൂപത്തെ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഭഗവാൻ കൊടുത്തിട്ടില്ല. അതേസമയം ഞാൻ എല്ലാമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ അർജുനന് ദൃശ്യം കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ വിരാട രൂപ സങ്കല്പം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ അർച്ചന ചെയ്യാൻ, അർച്ചാവിഗ്രഹമായിട്ട് വിരാട രൂപം നമ്മൾ ഉപയോഗിക്കാറില്ല. ഞാൻ ആരാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് അർജുനനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്നിലാണ് സ്ഥിതി, നഹം സർവസ്യ പ്രഭവു മത്തക സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാഹ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് അർജുനൻ വഴി നമുക്കിത് പറഞ്ഞു തരികയാണ്. അപ്പം നമ്മൾ ആദ്യത്തെ 15 ശ്ലോകങ്ങള് ആ ഭഗവാന്റെ ട്രാൻസഡന്റൽ ആ ജ്ഞാനം, നോളജിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ കർമ്മത്തെയും വികർമ്മത്തെയും അകർമ്മത്തെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ 17 ശ്ലോകം വരെ നമ്മൾ കഴിഞ്ഞു. കർമ്മണാഹി അഭിബോധവ്യം ബോധവ്യം ച വികർമ്മണക അകർമ്മണച്ച ബോധവ്യം ഗഗന കർമ്മണാഗതി, ഇല്ലേ ജയപ്രകാശ് പ്രഭു? അതുവരെ നമ്മൾ വായിച്ചു. ശരിയല്ല പ്രഭു? 30 കഴിഞ്ഞു. എന്റെ ഒരു 30-34 ആയി. 30-34 ആയോ? 17 പ്രഭു. എന്തോ കഴിഞ്ഞുള്ളൂ. കഴിഞ്ഞോ? ഇല്ല, എന്തായാലും ആയില്ല. കാരണം 34 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊരു പോപ്പുലർ ശ്ലോകമാണ്. ആയിട്ടില്ല. 34 വരുന്നു. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവനം ജ്ഞാനി തസ്തത്വദർശന. ജയപ്രകാശ് പ്രഭു വളരെ അഡ്വാൻസ്ഡ് ആണ്. അത്രയും വരെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ
കാര്യങ്ങൾ ഈസിയാണ്. നോക്കൂ, നമ്മൾ ഇന്നലെ പറഞ്ഞതിന് നമ്മുടെ ഇവിടുത്തെ സത്സംഗം എന്ന് പറയുന്നത്, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് എല്ലാവരും അഡ്വാൻസ്ഡാണ്. ഹരേ കൃഷ്ണ. അപ്പം ഇന്നലെ ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞതാണ് കേട്ടോ, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെൽ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞതാ കേട്ടോ. ആ ജയപ്രകാശ് പ്രഭു കേൾക്കണം, ഉള്ളവരോട് പറയുന്നതാണ്. ശനിയാഴ്ചത്തെ ഗ്രൂപ്പ് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപഠിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഒരു മാതൃകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 16 ഫാമിലി എന്നാണ് ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോ 12 ഉള്ളൂ. അപ്പം 4 സുശീം പ്രഭുവിന്റെ വാക്ക് തെറ്റിക്കരുത്, 16 ഫാമിലിയും വരണം, 16 വിൻഡോ. നിങ്ങൾ ഇന്നലെ മറ്റുള്ളവരോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞാല് നിങ്ങൾ കണ്ടുപഠിക്കണം എങ്ങനായിരുന്നു ആദ്യത്തെ ക്ലാസ്സുകളും ഇന്നും എങ്ങനെയാണ് അവ കുടുംബം നിൽക്കുന്നത് എന്നുള്ളത്, അതിനകത്ത് മെമ്പേഴ്സ് ഓക്കെ. അപ്പം സത്യം ഞാൻ വെറുതെ പറഞ്ഞതല്ല, സുശീം പ്രഭു സാക്ഷി. ഹരേ കൃഷ്ണ. അപ്പൊ സുശീം പ്രഭു തന്നെയാ പറഞ്ഞത്, ഞാനല്ല. അപ്പൊ ഇതിനകത്ത് നമ്മള് പറഞ്ഞു, അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു, കർമ്മത്തിന്റെ സങ്കീർണത. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫർദർ എക്സ്പ്ലനേഷൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രഹ്യമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ാണ് കർമ്മഫലത്തിൽ വിട്ടുകിടക്കുന്നതാണ്. ഇതിനെ നമ്മള് കർമ്മം ചെയ്യുന്നത് നല്ലതാണോ, അഥവാ നല്ലത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടോ, ഒന്നും നമുക്കറിയത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്യുന്ന ജോലി പോലും സത്യസന്ധമാണോ നമുക്കറിയത്തില്ല. നമ്മൾ വാങ്ങിക്കുന്ന പ്രതിഫലം പോലും സത്യസന്ധമാണോ നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കർമ്മത്തിന്റെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വളരെ സങ്കീർണമാണ്. ഇത് കൂട്ടുപടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ഇതുപോലെ നമ്മൾ പണ്ടത്തെ പാതാളകരണ്ടി പോലെ. അറിയാമോ പാതാളകരണ്ടി എന്ന് പറഞ്ഞാല്? ചേച്ചിക്കറിയാം പാതാളകരണ്ടി. ശില്പമാതിക്ക് ഒരുപക്ഷെ അറിയത്തില്ല, ഉള്ളവർക്ക് അറിയത്തില്ല. പാതാളകരണ്ടി എന്ന് പറഞ്ഞാല് കിണറ്റില് വെള്ളം കോരുമ്പോ ആ ബക്കറ്റ് താഴെ വീണു പോകും കയറോടെ. അന്നേരം അതിനെ പൊക്കാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ ഹുക്സ് ടുഗദർ കോർത്തിട്ടേക്കും. ഹുക്സ്, അതായത് ഇങ്ങനെ വളഞ്ഞിട്ടൊരു ഹുക്ക്, പിന്നെ വേറൊരു ഹുക്ക് ഇങ്ങനെ, അല്ലാതെ ഹുക്ക് ഇങ്ങനെ, അങ്ങനെ കുറെ ഹുക്കുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടിട്ട് ഒരു സാധനമുണ്ട്. അതിന്റെ അറ്റത്ത് ഒരു കയറ് കിട്ടും. എന്നിട്ട് ആ കയറ് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ കറക്കും, ഹുക്കിനെ താഴോട്ടിട്ടിട്ട് കിണറ്റിലേക്ക് ഇട്ടിട്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഹുക്കില് ഈ കയറും ബക്കറ്റും കൂടെ കിട്ടും. അതാണ് പാതാളകരണ്ടി. ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലേ കർമ്മബന്ധങ്ങൾ? ഏകദേശം മനസ്സിലായല്ലേ? ഒരു പാതാളകരണ്ടി എവിടെങ്കിലുമൊക്കെ കുരുക്കിട്ട് നമ്മളെ വെക്കും. അത് ഞാൻ ചെയ്തതല്ല, മുതലാളിക്ക് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും അവിടെ ഒരു കാർമിക റിയാക്ഷൻ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർമ്മത്തിന്റെ കാര്യങ്ങൾ വളരെ സങ്കീർണമാണ് എന്ന് ഭഗവാൻ നേരത്തെ വാൺ ചെയ്തു. അപ്പൊ അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പറയാം എന്താണ് കർമ്മ യ പശ്യേത് അകർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃതസ്ന കർമ്മകൃത് കർമ്മണ്യ കർമ്മയ പശ്യേത്. ഭഗവത്ഗീത ആദിരാജി ഭഗവത്ഗീതയാണ് ഇപ്പൊ എടുക്കുന്നത്. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഭഗവത്ഗീത ഇല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിക്കാം. ഓക്കെ, ഈ ആഴ്ച കർമ്മണ്യ കർമ്മയ പശ്യേത്. റിപ്പീറ്റ് ചെയ്യാം. അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കൃഷ്ണ കർമ്മകൃത് കർമ്മണ്യ കർമ്മയ പശ്യേത്. കർമ്മണ്യ കർമ്മ പശ്യേത്. അകർമ്മണി ച കർമ്മയഃ അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു
स बुद्धिमान् मनुष्येषु സയുക്ത കൃഷ്ണ കർമ്മകൃത്. स युक्त कृष्ण कर्म कृत. ശബ്ദാർത്ഥം ബഹി ശ്രീ ശ്രീല പ്രഭുപാദിക്ക്. കർമ്മണി കർമ്മത്തിൽ, അകർമ്മത്തെയും അകർമ്മണി കർമ്മം ചെയ്യാതിരിക്കലിൽ, കർമ്മ ച ഫലോദിഷ്ട കർമ്മത്തെയും യാതൊരുവൻ പശ്യേത് കാണുന്നു, സ മനുഷ്യേഷു മനുഷ്യരിൽ വച്ച് ബുദ്ധിമാനാകുന്നു, സഹ അവൻ കൃഷ്ണകർമ്മകൃത് സകലവിധ കർമ്മങ്ങളും ചെയ്യുന്നവനെങ്കിലും യുക്ത അഭൗതികനാണ്. വിവർത്തനം ആവർത്തനത്തോടെ ശീലഭൂപാതക്കിച്ച്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ. കർമ്മണ്യ കർമ്മയ പശ്യേത് कर्मण्य कर्मय पश्येत् അകർമ്മണി ച കർമ്മയഃ अकर्मणि च कर्मयः സബുദ്ധിമാൻ മനുഷ്യേഷു बुद्धिमान् मनुष्येषु സയുക്ത കൃഷ്ണ കർമ്മകൃത്. സയുക്ത संयुक्त कृष्ण कर्म कृत. ശില്പമായി. हरे कृष्णा. कर्मण्य कर्म य पश्येत् अकर्मणि च कर्म यः स बुद्धिमान् मनुष्येषु स युक्त कृष्ण कर्म कृत. ഹരേ കൃഷ്ണ. സിംഹി ഹരേ കൃഷ്ണ. 4-ാമത്തെ അധ്യായം 18-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നു. പക്ഷെ അത് ശ്ലോകം ഇടണമായിരുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെയല്ല, ഇതിൽ വരണം. സൗണ്ട് ഇല്ല, വോളിയം. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. സൗണ്ട് ഇല്ല നന്നു. നന്നു മൊബൈലാണോ ലാപ്ടോപ്പ് ആണോ? ലാപ്ടോപ്പാ. ഓക്കെ. ഇപ്പൊ കേൾക്കാവോ? അതിനകത്ത് ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കായിരിക്കും സൗണ്ട് അല്ലേ? അല്ല അല്ല, എല്ലാം എല്ലാം ഇപ്പൊ വരും. ഇപ്പൊ വരും. ഈ ആംഗിളിൽ ഇരുന്നാ മതി. അടുത്തോട്ടിരിക്കണം. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണ്യ ച കർമ്മയഃ സ ബുദ്ധിമൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. വെരി ഗുഡ്. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. ഇനി ആരാ? ഹരേ കൃഷ്ണ. വിസ്മയ. कर्मण्य कर्म यः पश्येत् अकर्मणि च कर्म यः स बुद्धिना मनुष्येषु सयुक्त कृष्ण कर्म कृत. कर्मण्य कर्मय पश्चेद अकर्मणि च कर्मयः स बुद्धिमान् मनुष्येषु सयुक्त कृष्ण कर्मकृत्. ഹരേ കൃഷ്ണ. ആമി. हरे कृष्ण. कर्मणि कर्मय पश्येत् अकर्मणि च कर्म यः स बुद्धिमान् मनुष्येषु सयुक्त कृष्ण कर्म कृत. हरे कृष्ण. कर्मण्य कर्मय पश्येत् अकर्मणि च कर्म यः
सबुद्धिमान् मनुष्येषु संयुक्त कृष्ण कर्म हरे कृष्ण. ഹരേ കൃഷ്ണ. ഇനി ബാക്കിയുള്ളവർക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഇത് നമുക്ക് ഒരുമിച്ച് ചെല്ലാം. 1 2 3 4 സ്റ്റാർട്ട്. കർമ്മ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരും ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അതീന്ദ്രിയ സ്ഥിതിയിലാണ് അയാൾ. സൂര്യമാതാജി അതിന്റെ ഭാവാർത്ഥം വായി. ഹരേ കൃഷ്ണ. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നയാൾ സ്വാഭാവികമായി കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനാണ്. കൃഷ്ണന് വേണ്ടിയാണ് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം. അതുകൊണ്ട് അവയുടെ ഫലങ്ങൾ അയാൾ അനുഭവിക്കുന്നില്ല. കൃഷ്ണന് വേണ്ടി എല്ലാത്തരം പ്രവർത്തികളിലും ഏർപ്പെടുന്ന അയാൾ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാണ്. അകർമ്മം എന്നാൽ പ്രതികരണമില്ലാത്ത കർമ്മം എന്നർത്ഥം. കർമ്മഫലം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന് വ്യക്തി ശൂന്യവാദി കർമ്മങ്ങൾ നിർത്തുന്നു. എന്നാൽ താൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ നിത്യദാസനാണെന്ന് ഒരു ഭക്തന് ശരിക്കറിയാം. അതുകൊണ്ട് അയാൾ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. അങ്ങനെ എല്ലാ പ്രവർത്തികളും കൃഷ്ണന് വേണ്ടി ചെയ്യുന്നതിനാൽ അയാൾ കൃഷ്ണ സേവനത്തിൽ അതീന്ദ്രിയ ആനന്ദം മാത്രം അനുഭവിക്കുന്നു. ഈ വിധം പ്രവർത്തിക്കുന്നവർ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ കാക്ഷിക്കാറില്ല. എന്നേക്കും താൻ ഭഗവദ്ദാസനാണെന്ന ബോധം എല്ലാ കർമ്മത്തിന്റെയും വിവിധ പ്രതികരണങ്ങളിൽ നിന്നും ഭക്തന് രക്ഷ നൽകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിന്റെ റിലേറ്റഡ് ശ്ലോകം നമ്മൾ പഠിച്ചത് ഏതാ? എല്ലാം നിത്യദാസനാണ്. കൃഷ്ണന് വേണ്ടി എല്ലാത്തരം പ്രവർത്തികളിലും ഏർപ്പെടുന്ന അയാൾ മനുഷ്യനിൽ വെച്ച് ബുദ്ധിമാനാണ്. കുളു അതാണ്. കൃഷ്ണന് വേണ്ടി എല്ലാ പ്രവർത്തികളിലും പറഞ്ഞു. ഏതാ? കുളു പറഞ്ഞു. എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാം. നമ്മളെപ്പോഴും ചെല്ലാറുള്ള ശ്ലോകം, ഏത് സമയത്തും എങ്ങനെങ്കിലൊക്കെ എടുത്തിയാടി വരുന്ന ശ്ലോകം. കർമ്മണ്യവാദി കാര്യസ്ഥയാണോ? അല്ല, കൃഷ്ണന് വേണ്ടി എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്നയാൾ, അല്ലെങ്കിൽ എല്ലാം കൃഷ്ണന് വേണ്ടി ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നതിലും അത് കൃഷ്ണൻ സമർപ്പിച്ച് ചെയ്യുക. അത് തന്നെ. അപ്പം കർമ്മത്തിൽ അകർമ്മത്തെയും, ഇപ്പൊ എല്ലാ കർമ്മങ്ങളിലല്ലേ, അല്ലെങ്കിൽ എല്ലാം ഒരു പോസിറ്റീവായിട്ട്, എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് അല്ല, എല്ലാ കാര്യങ്ങളും പോസിറ്റീവുമല്ല. നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളിൽ പോസിറ്റീവ്, നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന ചില കാര്യങ്ങളിൽ നെഗറ്റീവ്. നമ്മുടെ ബുദ്ധിയാണ് അതിനകത്ത് അളക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഔദ്യോഗിക സമയത്ത് എനിക്ക് പറ്റിയൊരു അനുഭവം. ഞാൻ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ എൻ്റെ മേലധികാരി കൊണ്ടുവന്ന് തന്നപ്പോൾ അത് എൻ്റെ ബുദ്ധി കൊണ്ട് അത് ഗ്രഹിച്ചില്ല. അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞത് തെറ്റാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കേട്ടത് എന്റെ കുഴപ്പമായിരിക്കാം, ഇത് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. ചെറിയൊരു ടൂള്, അതിന് ഒരു മോൾഡ് ഇങ്ങനെ പോകുന്നത് ഡെപ്ത് കൂട്ടി കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം. കട്ടിങ് ബെറ് മാറാൻ വേണ്ടിയിട്ടാണ്. ഡെപ്ത് ഞാൻ മാക്സിമം കൂട്ടിക്കൊടുത്ത് വെച്ചിരിക്കുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഡെപ്ത് കുറയ്ക്കാൻ പറഞ്ഞു, ഡെപ്ത് കൂട്ടാൻ പറഞ്ഞു. ഡെപ്ത് കൂട്ടാൻ പറഞ്ഞപ്പം ഞാനത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണല്ലോ എന്ന് ഡെപ്ത് കുറയ്ക്കുകയല്ലേ വേണ്ടത്, കാര്യം ഒരു ബെൻഡ് വരുന്നു.
അപ്പം ഡെപ്ത് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബെൻഡ് വരത്തില്ലേ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് ഞാനത് റിവേഴ്സ് കൊടുത്തതും ഓൺ ദ സ്പോട്ടിൽ വീണ്ടും കറക്കി തിരിഞ്ഞ് അവിടെ എത്തി. എന്റെ ഫസ്റ്റ് ക്യാച്ചിങ് ആണ് അദ്ദേഹം എന്റെ ക്യാച്ചിങ് പോയിന്റ്. അദ്ദേഹം വളരെയധികം ദേഷ്യത്തോടെ എന്നെ ഷൗട്ട് ചെയ്തു, ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. എന്റെ ട്രെയിനിങ് പീരീഡാണ്. എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ വിറച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരിച്ചു കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ ഡെപ്ത് കൂട്ടി കൊടുക്കാനാണ് അങ്ങ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ റിവേഴ്സ് ചെയ്തു? ഞാൻ എഴുതി കൊടുക്കേണ്ടി വന്നു ആൻസർ. എല്ലാവരും വന്ന് ചേട്ടന്മാരെല്ലാം വന്ന് പറയും സീനിയേഴ്സ് ഒരിക്കലും എഴുതി കൊടുക്കരുത്, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാകുന്നു. പക്ഷെ ഇതേ എഴുതി കൊടുക്കാതെ വിടപ്പില്ല. അപ്പം എഴുതി കൊടുക്കേണ്ടി വന്നു. എഴുതി കൊടുത്തിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ചെയ്യാമോ? ചെയ്തു. ഡെപ്ത് കൊടുത്തു. ഡെപ്ത് കൊടുത്തിട്ട് എടുത്ത് കാണിച്ചു, ശരിയായില്ല. ടൂൾ അഴിച്ചു കൊണ്ട് കൊടുന്ന് ടൂൾ റൂമിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടു കൊടുത്തു, തിരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. താൻ ചെയ്തത് ശരിയാണ് തന്റെ ബുദ്ധിക്ക് അനുസരിച്ച്, അതേസമയം തെറ്റുമാണ്. താൻ എല്ലാം ട്രൈ ചെയ്തു, ബെൻഡ് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞത് മാക്സിമം ഡെപ്തിലും എത്ര വരുന്നുണ്ടെന്ന് എനിക്ക് അറിയണം, എന്നിട്ട് വേണം അതിനനുസരിച്ചിട്ട് അവിടെ കറക്ഷൻ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം നമ്മള് എടുക്കുന്ന ബുദ്ധിയാണ് ഓരോ കർമ്മത്തിന്റെയും പോസിറ്റീവും നെഗറ്റീവും ഇരിക്കുന്നത് നമ്മുടെ തലയ്ക്കകത്ത് ബുദ്ധി കൊണ്ടിട്ടാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നിനെയും എടുത്ത് അളക്കാൻ പറ്റത്തില്ല. അതിന്റെ ഫസ്റ്റ് ലെസൺ ആയിരുന്നു അവിടെ. ആ ലെസൺ എനിക്ക് എനിക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റിയ ഓരോ പാഠങ്ങളും വരുന്നത്. ഇവിടെ ഭഗവത്ഗീത വായിക്കുമ്പോഴാണ് ഇതെല്ലാം ഓർമ്മ വരുന്നത്, എന്തുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതിനെപ്പറ്റി വീണ്ടും 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. 57-ാമത്തെ ശ്ലോകത്തില് സർവത്ര അവിസ്നേഹം തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദന്തി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഈ ഭൗതിക ലോകത്ത് തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബന്ധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയും പുച്ഛിക്കുകയും ചെയ്യാതെയും വർദ്ധിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ അർത്ഥം വരുന്ന ശ്ലോകങ്ങളിൽ വീണ്ടും വരും. യസ്യ സർവേ സമാരംഭ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണാം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭ. റിപ്പീറ്റ് ചെയ്യാം. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാഃ യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണാം തമാഹു പണ്ഡിതം ബുധാ. ശബ്ദാർത്ഥം യസ്യ യാതൊരുത്തന്റെ സർവേ എല്ലാ സമാരംഭാഹ പരിശ്രമങ്ങളും കാമസങ്കല്പ വർജിതാഹ ഇന്ദ്രിയ സുഖാകാംക്ഷ രഹിതങ്ങളായിരിക്കുന്നുവോ ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തേ കർമാണം തം ജ്ഞാനാജ്ഞാൽ കർമ്മങ്ങൾ ദഹിച്ചു പോയിരിക്കുന്നുവോ അവനെ പണ്ഡിതനെന്ന് ബുധ വിദ്വാൻമാർ ആഹുഹു പറയുന്നു. നേരത്തെ വായിച്ച ശ്ലോകം 2-ാമത്തെ അധ്യായത്തിൽ. വിവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ചെയ്യും. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കും. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. ആ യോഗിയെ കുറിച്ചുള്ള നിർവചനമാണ് 2-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞത്. യസ്യ സർവേ സമാരംഭാ
यस्य सर्वे समारम्भाः कामसङ्कल्पवर्जिताः कामसङ्कल्पवर्जिताः ज्ञानाग्निदग्धकर्माणाम् तमाहु पण्डितं बुधाः तमाहु पण्डितं बुधाः. പ്രഹ്ലാദൻ ചേട്ടാ വായിക്കാം. ഹരേ കൃഷ്ണ. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹും പണ്ഡിതം ബുധാഃ. വെരി ഗുഡ് ചേച്ചി. ഹരേ കൃഷ്ണ. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. സിമ്മി. हरे कृष्ण. तस्य सर्वे समारम्भा कामसङ्कल्पवर्जितः ज्ञानाग्निदग्धकर्माणां तमाहु पण्डितं बुद्धः. हरे कृष्ण. ബുധാഹ. बुधाः. हरे कृष्ण. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. യസ്യ സമാരംഭാ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണാം പണ്ഡിതം ബുധാഃ. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ഞാൻ മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. യോഗി എന്നതിൻ്റെ നിർവചനം ഒരിക്കൽ കൂടി വ്യക്തമാക്കും. ഇതിൻ്റെ ഭാവാർത്ഥം ഭാസ്കരൻ പ്രഭു ഒന്ന് വായിക്കാമോ? ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. കൃഷ്ണാബോധമാർന്നവരുടെ പ്രവൃത്തികൾ തികച്ചും മനസ്സിലാക്കാൻ അവിജാതകർക്ക് സാധിക്കും. കൃഷ്ണാബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഒരു തരത്തിലും ഇന്ദ്രിയതൃപ്തിക്കുള്ള വാസന ഇല്ലാത്ത ഒരാളാകാൻ അയാൾ സ്വകർമ്മ ഫലങ്ങളെല്ലാം തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണെന്ന ജ്ഞാനത്തിൽ ഭസ്മീകരിച്ച് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള പൂർണ്ണ ജ്ഞാനം ലഭിച്ച ഒരാൾ യഥാർത്ഥ പണ്ഡിതനാണ്. ഭഗവത് ദാസനെ കുറിച്ചുള്ള ഈ ജ്ഞാനത്തിന്റെ വികാസം അഗ്നിയുടേതുപോലെയാണ്. ഒരിക്കൽ ജ്വലിച്ചു കിട്ടിയാൽ കർമ്മ പ്രതികരണങ്ങളെയെല്ലാം അത് ചാമ്പലാക്കും. ഹരേ കൃഷ്ണ. കർമ്മ പ്രതികരണങ്ങളെയല്ല ഞാൻ പറഞ്ഞു നേരത്തെ. കർമ്മബന്ധങ്ങൾ എന്ന് പറഞ്ഞ പാതാളകരണ്ടി പോലെയാണ്. ഈ പാതാളകരണ്ടിയിൽ പെടാതെ പോകണമെങ്കിൽ ഈ ഒഴുക്കുമീനുണ്ടല്ലോ, ഈ നദിയിൽ കാണും, നല്ല ഈ തൂട്ടിലൊക്കെയാണ്. ആ വരാലാണോ ആ മീന്? അല്ലേ, വരാലല്ലേ? എത്ര പെട്ടെന്ന് കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. വലിയ പാടാ പിടിക്കാൻ. അല്ലേ? ശരിയല്ലേ? ശരിയാണ്. അതുപോലെ നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ അത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ, അതായത് എന്റെ ദാസനാണ് നീ എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവണം. ഭഗവാന്റെ അംശമാണ് നമ്മള്. അപ്പൊ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, പ്രഹ്ലാദൻ ചേട്ടൻ എന്തോ കൈ പൊക്കിയല്ലോ, എന്തിനെങ്കിലും ആണോ? നമ്മുടെ ബോധം എന്ന് നമുക്ക് എന്താണ് ബോധം ഉണ്ടാവേണ്ടത്? നമ്മൾ എപ്പോഴും ഭഗവാന്റെ ദാസനായിരിക്കണം. അത് ഓർമ്മപ്പെടുത്താനാണ് മഹാബലിയുടെ അടുത്ത് വാമനൻ വന്നത്, വാമനദേവൻ വന്നത്. ആലോചിച്ച് നോക്കണം. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഓണർഷിപ്പ് എന്റേതാണെന്ന് അറിഞ്ഞപ്പം എന്റേതാണ് എന്നൊരു ചിന്ത അജ്ഞത മൂലം ഉണ്ടായപ്പോൾ ഉടനെ അത് തിരുത്താൻ ഭഗവാൻ വന്നു. നീ എന്റെ ദാസനാണ്, നീ എന്നെ സെർവ് ചെയ്യേണ്ടതാണ് എന്ന് വന്നു. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഏതൊരു മൂലസ്ഥാനത്തു നിന്നും, എവിടെയാണ്? തന്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസനാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞിരിക്കുന്നത്, ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തനമായ പ്രവൃത്തി പ്രസരിച്ചുവോ ആ പരംപുരുഷനെ
ഞാൻ ആരാധിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രണമിക്കുന്നു. ആ ആദി പുരുഷനെ ഞാൻ പ്രണമിക്കുന്നു. ഏതൊരു മൂലസ്ഥാനത്തു നിന്നും എഴുതി വെക്കുക ഈ വരി. ഏതൊരു മൂലസ്ഥാനത്തു നിന്നും ചിരന്തനമായ പ്രവൃത്തി പ്രസരിച്ചു ആ ആദി പുരുഷനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ഒരു ശരണാഗതിയാണ് രാമായണവും നമ്മളെ പഠിപ്പിച്ചതാണ്. ഈ ഒരു ശരണാഗതിയാണ്. അങ്ങനെ അടുത്ത ശ്ലോകത്തിലോട്ട് പോകുമ്പം തിക്വാ കർമ്മഫലസംഗം നിത്യതൃപ്തോ നിരാശ്രയോ കർമ്മണ്യഭിപ്രവർത്തോ അഭി നൈവ കിഞ്ചിത് കരോതി സഹ. തിക്വാ കർമ്മഫലാസംഗം, ഹോംവർക്കാണ് ഈ ശ്ലോകം. തെക്തോ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യ അഭിപ്രവർത്തോ അഭി നൈവ കിഞ്ചിത് കരോതി സഹ. തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായും ഇരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും പിന്നെ ഈ കാമ്യകർമ്മങ്ങൾ എന്താണെന്ന്. ഭൗതികമായി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കാമ്യകർമ്മങ്ങളാണ്. ഈ കാമ്യകർമ്മങ്ങളെ അത് അതീന്ദ്രിയമായ കർമ്മങ്ങളാക്കി മാറ്റണം. ഭൗതികമായ തൃഷ്ണയോടെയുള്ള കാമ്യകർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് ഭൗതിക തൃഷ്ണയോടുള്ളതാണ്. ഒരു ബിസിനസ്സുകാരൻ, ആ ബിസിനസ്സുകാരൻ ജോലി ചെയ്യുന്ന എന്തിനാ ജോലി ചെയ്യുന്നത്? കൂടുതൽ ധനം സമ്പാദിക്കണം. ലോകം മുഴുവൻ ബ്രാഞ്ചുകൾ ഉണ്ടാകണം. നാട്ടുകാരെ കനപ്പിക്കാനല്ല, എനിക്ക് പേരുണ്ടാക്കണം, എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കണം. ഇല്ലേ? സത്യമല്ലേ? പ്രഭുപാദൻ ആ എക്സ്പ്ലനേഷൻ പറയുന്നു. അവൻ എന്നിട്ട് രാപകൽ ഹാർഡ് വർക്ക് ചെയ്ത് രാത്രി ഉറങ്ങാതെ എല്ലാ ഗ്രൂപ്പിലെയും കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവിടെ എന്താണ് ഒരു പൈസ കുറഞ്ഞത്, ഇവിടെ എന്താണ് 2 ഫിൽസ് കുറഞ്ഞത് എന്ന് നോക്കിയിട്ട് അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവൻ വൈകിട്ട് എന്താ ചെയ്യുന്നത്? അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവൻ ആനന്ദം കൊള്ളാൻ പോകുന്നു. എവിടെ പോകുന്നു? ക്ലബ്ബുകളിൽ പോകുന്നു. ഇതാണ് അവന്റെ സന്തോഷം. ഇത് പ്രഭുപാദര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ചില നമ്മുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ചൊറി വരും. 2 കൈ കൊണ്ട് നമ്മൾ ചൊറിയും. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു സുഖം കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? ചെറിയൊരു സുഖം കിട്ടും. ആ സുഖത്തിനനുസരിച്ചിട്ട് പിന്നെ ചൊറി വരുന്നത് കൊണ്ടല്ല ചൊറിയുന്നത്, ആ സുഖം ഒരു സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചൊറിയുകയാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് ആ ചൊറിഞ്ഞ ഭാഗം ഇത്തിരി വെള്ളമൊന്ന് തേച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചെറിയൊരു നീറ്റലുണ്ടാവും, അല്ലേ? ഈ ആസ്വാദനമെല്ലാം അതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതികമായി ഉണ്ടാകുന്ന ഈ എന്റെ സ്വന്തം പണം, എനിക്ക് ആനന്ദിക്കണം എന്ന് പറയുമ്പം ഇതെല്ലാം ഇങ്ങനെയാണ്. ഭഗവാൻ പ്രഭുപാദർ എടുത്ത് പറയുന്ന ആ ശ്ലോകം, എൻ മൈഥുനാദി ഗൃഹമേതി സുഖം ഹി തുച്ഛം. ഭാഗവത്തിൽ പറയുന്നതാണ്. എൻ മൈഥുനാദി ഗൃഹമേതി സുഖം തുച്ഛം. നമ്മള് ഗൃഹമേതി ആകാൻ പാടില്ല. ഗൃഹമേതി എന്ന് പറയുമ്പം 4 ചുവരുകൾക്കുള്ളിൽ നമ്മൾ ചുരുങ്ങുകയാണ്. എന്നിട്ട് സ്വാർത്ഥമായി എന്റേത്, എന്റെ പണം, എന്റെ കുടുംബം എന്നുള്ള ചിന്തകളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകും. അതിനെ ഭാഗവത്തിൽ പറയുന്നത് ഗൃഹമേതി. ഗൃഹമേതി. അവൻ അവസാനം നാശമേ സംഭവിക്കുകയുള്ളൂ. ഈ ചൊറി പിടിച്ചിട്ട് നമ്മൾ സുഖം കണ്ട് ചൊറിഞ്ഞ് സുഖം കണ്ട് അവസാനം ഒരു നീറ്റലായിട്ട് മാറും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ നോക്കുമ്പോൾ വലിയൊരു മുറിവായിട്ട് മാറും. ആ മുറിവണങ്ങാൻ വലിയ പ്രയാസപ്പെടും. ഈ ബിസിനസ്സുകാരന്റെ ലൈഫും അതുപോലെയാണ്. ഇത്തരം ചിന്തകളുള്ള പണക്കാരന്റെ ലൈഫും അതുപോലെയാണ്. എല്ലാ കർമ്മങ്ങളും അവനവൻ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കും. അവസാനം ഈ മുറിവിനെ ഉണക്കാൻ അവസാനം അവൻ പാടുപെടും. അവൻ രോഗാതുരനായി പോകും എന്നാണ് ഇതിനെക്കുറിച്ച് പ്രഭുപാദര് വിശാലമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു.
അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ സങ്കീർണതയുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നമ്മൾ ചെയ്യുന്ന ഔദ്യോഗിക ജീവിതത്തിലെ ജോലി പോലും നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. എത്രത്തോളം അതിനകത്ത് ധാർമ്മികതയുണ്ടെന്ന് നമുക്ക് അളന്നെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ വരുന്ന നോട്ടുകളിൽ എത്ര പേരുടെ അല്ലെങ്കിൽ എത്ര ജീവികളുടെ ചോര പുരണ്ടിട്ടും നമുക്ക് അളക്കാൻ പറ്റുമോ? ഇനി ചോര പുരണ്ടിട്ടേ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഒന്നും ചെയ്യണ്ട. നമ്മുടെ കയ്യിൽ മറ്റൊരു ജീവിയുടെ ചോര നമ്മൾ അറിയാതെ പെട്ടു. നമ്മുടെ തൊട്ടില്ലേ? തൊട്ടില്ലേ? വിപിൻ പ്രഭു, തൊട്ടില്ലേ? തൊട്ടില്ല. എന്തായാലും മറ്റു ജീവിയുടെ ഒരു ശരീരത്തിന്റെ ചോര പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരം അശുദ്ധമായി, അതിന് പാപമായി നമ്മുടെ കയ്യിൽ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ജോലിയെടുത്താണ് നമ്മൾ ശമ്പളം വാങ്ങിച്ചത്. നമ്മൾ ഇതിലൊന്നും പെട്ടിട്ടില്ല. പക്ഷെ അറിയാതെ നമ്മൾ കർമ്മബന്ധത്തിൽ പെട്ടുപോയി. ആ ചോരയുടെ ഒരു അംശം നമ്മളും പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിസ്സാരമാണ്. പ്രഭുപാദ പറഞ്ഞു തന്നിരിക്കുന്നത് വളരെ നിസ്സാരമാണ്. നമ്മൾ ചെയ്യുന്ന ജോലികൾ മാറ്റണ്ട, നമ്മുടെ ടൈം ടേബിൾ മാറ്റണ്ട, നമ്മൾ ഷെഡ്യൂൾ മാറ്റണ്ട. പക്ഷെ നമ്മുടെ കോൺഷ്യസ് മാത്രം മാറ്റിയാൽ മതി. നമ്മൾ ചെയ്യുന്നത് ഭഗവാന് സമർപ്പിക്കുന്നു. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാളെ ദോശയും കടലയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് ഒരു ചെറിയൊരു ചിന്ത മാറ്റണം, ബോധമണ്ഡലം മാറ്റണം. നാളെ ഭഗവാന് ദോശയും കടലയും കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ദോശയും കടലയാണ് ഇന്നലെ ഉണ്ടാക്കിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടാക്കിയത് ദോശയും കടലയാണ്. പക്ഷെ അത് ജയപ്രകാശ് അമൃതമാതാജി. അടുത്ത തിങ്കളാഴ്ച അമൃതമാതാജി പറയുക ഷെഡ്യൂൾ തിരിഞ്ഞു വന്നു, വീണ്ടും തിങ്കളാഴ്ച ദോശയും കടലയാണ്. അമൃതമാതാജി പറയുക ജയപ്രകാശ് എടുത്ത് നാളെ ഭഗവാന് ദോശയും കടലയും ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളു കാര്യം. ഈ ഒരു കോൺഷ്യസ് നമ്മുടെ അടുത്ത് വരണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പം ഈ അറിയാതെ വന്നുകൂടിയ, നോട്ടിലൂടെ വന്നുകൂടിയ ആ രക്തക്കറ നമ്മുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടത്തില്ല. നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ പാപപങ്കലം ഉണ്ടാവുകയും. അവിടെയാണ് ഇവിടെ പറഞ്ഞത് എല്ലാ കർമ്മങ്ങളും തന്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രമായി ഇരിക്കുന്നു. നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുന്നു, ഞാനത് ഭഗവാനിൽ സമർപ്പിക്കുന്നു. ബാക്കി കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് ഭഗവാനാണ്. മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തനം. ഇത്തരത്തിൽ രാജ്യം ഭരിച്ചവരാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരാണ് പൃഥു മഹാരാജാവ്, അംബരീക്ഷ മഹാരാജാവ്, പരീക്ഷിത് മഹാരാജാവ്, പ്രഹ്ലാദ മഹാരാജാവ്. ഇവരെല്ലാം ഇത്തരത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു സുന്ദരമായിട്ട് രാജ്യം ഭരിക്കുകയും ചെയ്തു. നമുക്കൊരു ചെറിയൊരു കുടുംബം മാത്രമേ ഭരിക്കാനുള്ളൂ. വലിയൊരു രാജ്യമാണ് പരീക്ഷിത് മഹാരാജാവ് ഭരിച്ചത്. വലിയൊരു രാജ്യമാണ് അംബരീക്ഷ മഹാരാജാവ് ഭരിച്ചത്. നമുക്ക് ചെറിയൊരു കുടുംബമല്ലേ ഭരിക്കാനുള്ളൂ. നമ്മളൊരു ചെറിയൊരു കുടുംബത്തിന്റെ രാജാവ് മാത്രമാണ്. അപ്പം നമുക്ക് വളരെ ഈസിയാണ് ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൊണ്ടുപോകാൻ. ഇവിടെ വളരെ വലിയൊരു ഉദാഹരണം ഇവിടെ പറയുന്നു. ഒരിക്കല് അതോടുകൂടി ഈ 3 ശ്ലോകത്തിന്റെ ഒരു നിൽക്കുകയും ഒബ്ജക്ഷൻ യുവർ ഓണർ നമുക്ക് തുടങ്ങുകയും ചെയ്യും. അപ്പം ഇതിനകത്ത് പറയുന്നു, ഒരിക്കല് ഏകാദശി വ്രതം കഴിഞ്ഞിട്ട് ദ്വാദശി നാളിൽ ഗോപികമാര് വ്രതം മുറിക്കുന്ന സമയത്ത് ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു. വ്രതം മുറിക്കുമ്പം ഏതെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്തിട്ട്, അതും അന്നദാനം കൊടുത്തിട്ട് മുറിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഗോപികമാര് വളരെ ഉത്സാഹത്തോടെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ ഞങ്ങള് ചെയ്യാൻ റെഡിയാണ്, ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പം ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ശ്രേഷ്ഠനായി നിൽക്കുന്ന ഒരു യോഗി ദുർവാസാവ് മഹർഷിയാണ്.
അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ പ്രസാദം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് നിങ്ങൾ പാരണ വീട്ടാൻ പറഞ്ഞു. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? ഗോപികമാര് ചോദിച്ചു. അപ്പൊ ഗോപികമാര് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, യമുനാ നദിയുടെ അപ്പുറത്താണ്, അക്കരയ്ക്കാണ് ഇരിക്കുന്നത്. ഉടനെ പോകണം. അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു വലിയൊരു സദ്യ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗോപികമാര് എല്ലാം പൊതിയിലാക്കി വട്ടിയിലൊക്കെ ആക്കിയിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പം കൃഷ്ണൻ ചിരിച്ചു, പറഞ്ഞു, അവിടെ യമുനാ നദിക്ക് അവിടെ ആരും ബോട്ടൊന്നുമില്ല, നിങ്ങൾ എങ്ങനെ പോകും? അപ്പോഴാണ് ഗോപികമാരും കാണുന്നത്, ശരിയാണല്ലോ, ആരുമില്ലല്ലോ, ബോട്ടൊന്നുമില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ബ്രഹ്മചാരിയായ ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ ഞങ്ങൾക്ക് യമുനാ നദി വഴിമാറിത്തരട്ടെ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ഗോപികമാരത് കേൾക്കുകയും, നിത്യബ്രഹ്മചാരി എന്നാണെന്ന്, നിത്യബ്രഹ്മചാരി. ഗോപികമാർ അതനുസരിച്ചിട്ട് യമുനാ ദേവിയെടുത്ത് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ, ഞങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണെങ്കിൽ യമുന ഈ നദി മാറിത്തരട്ടെ എന്ന്. അങ്ങനെ യമുന ഒരു നിമിഷത്തേക്ക് വഴി മാറിക്കൊടുത്തു. ആ വഴിയിലൂടെ ഈ ഗോപികമാർ സഞ്ചരിച്ച് അപ്പുറത്തെത്തി ദുർവാസാവ് മഹർഷിയെ കണ്ടു. ദുർവാസാവ് മഹർഷിയെ കണ്ട് ദുർവാസാവ് മഹർഷി ധ്യാനിച്ചു കൊണ്ടിരുന്നതാണ്, പറഞ്ഞതാണ്, ദ്വാദശിയാണ്, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു വിട്ടതാണ്, അങ്ങയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഭവസമൃദ്ധമായ നിവേദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നത്, അങ്ങ് ഇതെല്ലാം സ്വീകരിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്. ദുർവാസാവ് മഹർഷി വളരെ സന്തോഷപൂർവ്വം അതെല്ലാം സ്വീകരിക്കുകയും അവര് തന്നെ വിളമ്പിക്കൊടുത്ത് ആ ദുർവാസാവ് മഹർഷി അത് മൊത്തവും കഴിച്ച് തീർക്കുകയും ചെയ്തു. അവസാനം അവർക്ക് സന്തോഷമായിട്ട് ദുർവാസാവ് മഹർഷി അനുഗ്രഹിച്ച് തിരിച്ചു വരാൻ നോക്കുമ്പോൾ പഴയതുപോലെ യമുനാ നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ദുർവാസാവ് മഹർഷി എടുത്ത കാര്യം പറഞ്ഞു, ഇങ്ങോട്ട് വന്നതിന്റെ മാർഗം ഭഗവാൻ പറഞ്ഞു, പക്ഷെ തിരിച്ചു പോകേണ്ട കാര്യം ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ല. ദുർവാസാവ് മഹർഷി ഒരു നിമിഷം ചിന്തിച്ചിട്ട് ഗോപികമാരോട് പറഞ്ഞു, ദുർവാസാവ് മഹർഷി വെറും കുശപ്പുല്ല് മാത്രം കഴിച്ച് ദിവസങ്ങൾ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഈ യമുനാ നദി വഴിമാറി തരട്ടെ എന്ന് പറയാമോ? അങ്ങനെ ഗോപികമാർ അതേ മന്ത്രം തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു, യമുനാ നദി വഴിമാറി. ഗോപികമാര് തിരിച്ചു വന്നു. ഗോപികമാരുടെ നെറ്റി ചുളിഞ്ഞിരിക്കുക. കൃഷ്ണൻ ചോദിച്ചത്, എന്താ, കാര്യങ്ങളൊന്നും നടന്നില്ല? നടന്നു, വളരെ സന്തോഷമായി ദുർവാസാവ് മഹർഷി അനുഗ്രഹിച്ചു. പക്ഷെ ഞങ്ങളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയായിട്ട് നിൽക്കുന്നു, ഒരു ചോദ്യം സംശയിച്ചു. അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് നിത്യബ്രഹ്മചാരിയാണെങ്കിൽ യമുനാ നദി വഴിമാറി തരട്ടെ. അതുപോലെ ദുർവാസാവ് മഹർഷി ഞങ്ങൾ കൊണ്ടുപോകുന്ന പ്രസാദങ്ങളെല്ലാം നിവേദ്യങ്ങളെല്ലാം കഴിച്ചു. പക്ഷെ ദുർവാസാവ് മഹർഷി ഞങ്ങളോട് പറഞ്ഞു, ദുർവാസാവ് മഹർഷി കുശപ്പുല്ല് മാത്രം കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ, ദിവസവും കഴിച്ചു കൂട്ടുന്നതെങ്കിൽ ഈ യമുനാ നദി വഴിമാറി തരട്ടെ. ഭഗവാൻ അവിടെ ഗോപികമാരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് രണ്ടും സത്യമാണെന്ന്. എന്റെ മൂലസ്വരൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ലീലകളാണ്. അതുപോലെ ദുർവാസാവ് മഹർഷിയും ഒരിക്കലും അദ്ദേഹത്തിന്റെ ഉദരത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു നണി പോലും കഴിച്ചിട്ടില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ദുർവാസാവ് മഹർഷി ഉദരപൂരിതത്തിന് വേണ്ടിയിട്ട് കഴിച്ചില്ല. ഭഗവാൻ കൃഷ്ണന്റെ ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയിട്ട് ഗോപികമാരോട് നൃത്തം ചവിട്ടിയിട്ട്. അപ്പം ഈ ഒരു കർമ്മം നമുക്ക് അത്തരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും അതിന്റെ പൂർണ്ണമായ ഓണർഷിപ്പ് നമ്മൾ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒരു ചീത്ത ഫലം കൂടി ഉണ്ടാകും. അത് എടുക്കുക നമുക്ക് ഭാരം താങ്ങാൻ വയ്യാറുണ്ട്. ഓരോ കാര്യത്തിനും, നമ്മുടെ ഓരോ അനുഗ്രഹത്തിനും, നമ്മൾ ഓരോ ചെയ്യുന്ന പ്രവർത്തികളും ഭഗവാനെ ഇത് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതെന്റെ ദൗത്യമാണ് എന്ന് എടുത്തിട്ട് നമ്മൾ ചെയ്യാം.
അവിടെ ശിംപ്രഭുവായിട്ട് നമ്മൾ ഇന്നലെ സംസാരിച്ച, അതായത് ഇവിടെ പറയുന്നുണ്ട്, നാരായണ പരാ സർവേ ന കുതച്ഛന ബിഭ്യതി സർഗ അപവർഗ നരകേശ്വരി തുല്യാർത്ഥ ദർശനക. പരമപുരുഷനായ ഭഗവാൻ നാരായണന്റെ സേവനത്തിൽ സർവാത്മന മുഴുകുന്ന ഭക്തർ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ഭയപ്പെടുന്നില്ല. അവരെ സംബന്ധിച്ച് സ്വർഗീയ ലോകങ്ങളും നരകീയ ലോകങ്ങളും മോക്ഷവും എല്ലാം ഒരേപോലെയാണ്. അവിടെ എന്തുകൊണ്ടെന്നാൽ അത്തരത്തിലുള്ള ഭക്തന്മാർക്ക് ഭഗവാന്റെ സേവനത്തിൽ മാത്രമാണ് താല്പര്യം. അത് ബ്രാഹ്മണനാകട്ടെ, ക്ഷത്രിയനാകട്ടെ, വൈശ്യനാകട്ടെ, ശൂദ്രനാകട്ടെ, 4 ജാതികൾക്കും ഒരിക്കലും നിബന്ധനകൾ അല്ലെങ്കിൽ പരിമിതികൾ ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഏത് കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് തലത്തിൽ നിന്ന് കഴിഞ്ഞാലും അവന്റെ ഒരേ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്ന് മാത്രമേ. ഭഗവാനെ സേവിക്കുക, സേവനം ആണ് പ്രാമുഖ്യം. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മൾ ഭഗവത്ഗീതയുടെ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ 17, 18, 19 ശ്ലോകങ്ങൾ കടന്നു കഴിയുമ്പോൾ കർമ്മത്തെയും അകർമ്മത്തെയും വികർമ്മത്തെയും അത് എങ്ങനെ നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുപോകാമെന്നും ഫലപ്രാപ്തിയിൽ എത്തിക്കാമെന്നും നമ്മുടെ മൂലസ്വരൂപം എന്താണ്, നിത്യദാസ്യമാണ് എന്നതും നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ പാതാള കരണ്ടി പോലെ നമ്മളെ എപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ എവിടെങ്കിലും ഈ പാതാള കരണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെന്ന് പെടുകയും അതിനകത്ത് തൂണ്ടി വരികയും ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഒബ്ജക്ഷൻ യുവർ ഓണർ. അതിനു മുമ്പായിട്ട് ഇന്ന് ആരാ പാടുന്നത്? ഹരേ കൃഷ്ണ. ഇന്ന് ആർക്ക് പാടും? വളരെ മനോഹരമായിട്ട് സുരേഷ് ഗോപി പ്രഭു കഴിഞ്ഞ ആഴ്ച പാടി. ഇന്ന് ആർക്ക് പാടാൻ പറ്റും? ആമി പാടുന്നു? ഹരേ കൃഷ്ണ. യെസ്, പാടുന്നു. ഹരേ കൃഷ്ണ. പാടുന്നല്ലേ പറഞ്ഞത്? ആ, പാടിക്കോളൂ. अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं कौन कहते हैं भगवान गाते नहीं बेर शबरी के जैसे खिलाते नहीं अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं कौन कहते हैं भगवान आते नहीं तुम मीरा की जैसे भुलाते नहीं अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं कौन कहते हैं भगवान नाचते नहीं गोपियों की तरह तुम नाचते नहीं अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं कौन कहते हैं भगवान सोते नहीं माँ यशोदा की जैसे सुलाते नहीं अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു. വെരി ഗുഡ്. ഹരേ കൃഷ്ണ.
അടുത്തത് എനിക്ക് തോന്നുന്നത് ആദിരാജി ചെല്ല പാടാം ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. എന്നെ തപം സീതലേ എന്നെ തപം സീതലേ യശോദ. നാട്ടിലെ നെറ്റ് ഇതാണ് ഇഷ്യൂ. ഹരേ കൃഷ്ണ. അപ്പം അവർ വരുമ്പോഴത്തേന് ഒബ്ജക്ഷൻ യുവർ ഓണർ ആയെത്തി. എന്താണ്? രാജീവ് പ്രഭു റെഡിയാണ്. രാജീവ് പ്രഭു അവിടെ ഒരു ചെറിയൊരു പുഞ്ചിരി വന്നു. ഞാൻ പിടിച്ചു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? ആദ്യം റെഡിയായോ? വന്നോ? ഓക്കെ, റെഡി ആകുമ്പോഴത്തേക്ക് രാജീവ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞോളൂ. ലേറ്റ് ആയി പ്രഭു, ഒരുപാട് കറക്റ്റ് ആണെന്ന് ജയപ്രകാശ് പ്രഭു കൂടെ സമ്മതിക്കുകയും ചെയ്തു. പറഞ്ഞോളൂ. ഒരുപാട് ലേറ്റ് ആയി എത്താൻ വേണ്ടി. എങ്കിലും ഇപ്പൊ കേൾക്കാം. നെറ്റ് ഇഷ്യൂ കേട്ടോ, ബ്രേക്ക് ആവുന്നുണ്ട്. നെറ്റ് ഇഷ്യൂ ഉണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, രാജീവ് പ്രഭു പറഞ്ഞോളൂ. രാജീവ് പ്രഭുവിന്റെ തന്നെ ഊഴം അതാണ്. ഇതെല്ലാം ടൈമിങ് എന്റെ അല്ല, രാജീവ് പ്രഭു തന്നെയാ പറയേണ്ടത്. നമ്മള് അധ്യായം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒത്തിരി നാളായിട്ട് ഇന്നാണല്ലോ അത് തിരിച്ചു തുടങ്ങിയതല്ലേ? രാമായണ മാസം കഴിഞ്ഞിട്ട്. അതെ 2 മാസമായില്ലേ പ്രഭു നമ്മളിത്? ഏകദേശം 2 മാസമായി. ഏകദേശം 2 മാസമായി. നമ്മൾ ഇന്ന് എത്ര 19? അതെ, 17, 18, 19 3 ശ്ലോകം. രാജീവ് പ്രഭു പറയുന്നതിന്റെ കൂട്ട് നമ്മൾ ഒരിക്കലും കവർ ചെയ്യത്തില്ല. ഭഗവത്ഗീത കംപ്ലീറ്റ് ആവും. ഇല്ല പ്രഭു, 3 ഓക്കെയാണ്. 3 നമുക്ക് തീർക്കാൻ പറ്റും. 3 ഓക്കെയാണ്. 3 ഓക്കെയാണ്. കൂടുതലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 3. ഇല്ല, നിസ്സാരമായ കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് കാര്യങ്ങളാണ്, പക്ഷെ നമ്മളത് ഓർമ്മിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ശരിയാണ് തീർച്ചയായും. അത് ഭഗവാൻ ഇവിടെ വീണ്ടും ഒന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു, ഇത്രയും. അപ്പം പറഞ്ഞോളൂ പ്രഭു. അല്ലെങ്കിൽ ഞാൻ പറയാം. ശിവമാതാജി പറയും. എന്തെങ്കിലും കാര്യങ്ങള്, മെസ്സേജസ് ഇതിനകത്ത് ഞാന് കാണാതെ പഠിക്കാനുള്ള ശ്ലോകങ്ങൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ എത്ര ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളതെന്ന്? അതിനകത്ത് പഠിച്ചോ ആരെങ്കിലും? 2, 7, 8, 9, 34. 2, 7, 8, 9, 34. ഈ ശ്ലോകങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്യണം. ഇനി കിസ് വെക്കും, ഈ ശ്ലോകത്തിന്റെ കിസ് വെക്കും. ഇനി 4 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിനകത്തെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. പ്രഭു, എനിക്ക് എന്റെ മറവിയാണോന്ന് അറിയില്ല, ഇവിടെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞു 2, 7, പ്രഭു അതൊരു ഇല്ല, നെറ്റ്വർക്ക് അല്ല, പ്രഭുവിന് ഒരു 10-150 ക്ലാസ് ഒരു മാസം ഉള്ളതാ. അപ്പൊ ഏതിലേക്കാ പറഞ്ഞാൽ ചിലപ്പോ ഇതെനിക്ക് കൃത്യമായിട്ട് അറിയാം. എഴുതി വെക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു. ആണോ? വെരി ഗുഡ്. അപ്പൊ എന്റെ മറവിയാണ്. താങ്ക് യു. അതെ, പറഞ്ഞിരുന്നു. നമ്മളൊക്കെ എഴുതി വെച്ചു, പക്ഷെ പഠിച്ചില്ല എന്ന് ഉള്ളൂ. അപ്പം എഴുതി വെച്ചതിൽ ഒന്നുകൂടെ 2, 7, 8, 9 ബൈ ഹേർട്ട് കാണാതെ പഠിക്കേണ്ട ശ്ലോകങ്ങൾ. ഈ ചാപ്റ്റർ ഒന്നുകൂടി പറഞ്ഞ 2, 7, 2, 7, 8, 9, 34. 2, 7, 8, 9. ഇതിനകത്ത് നമ്മൾ കവർ ചെയ്തു. 2, 7, 8, 9 കവർ ചെയ്തു. അടുത്ത ആഴ്ച ആരെങ്കിലും ഒക്കെ ബൈഹാർട്ട് ചെയ്ത് പറയണം ഈ 2, 7, 8, 9 3 ശ്ലോകങ്ങളെ. ആകെ 2, 7, 8, 9, 34. എല്ലാരും ഭഗവത്ഗീത അധ്യായം മുഴുവൻ കാണാതെ പഠിക്കാൻ പറയുമ്പോൾ ഞാൻ 5 ശ്ലോകേ കാണാൻ പഠിക്കാൻ, ഞാൻ വെറും ലോയാ.
എല്ലാരും ഭഗവത്ഗീത ഫുള്ള് കാണാൻ ഞാൻ 5 ശ്ലോകത്തിന്റെ നമ്മള് തരികയുടെ സ്റ്റുഡൻസ് ആണ്. ആ ടീച്ചർ പിന്നെ ശില്പമാതാജി മാത്രമേ സത്യം പറഞ്ഞു. തിരിച്ചു മറിക്കാൻ എന്നെ ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാരും എന്നെ അടിക്കും. എക്സാമിന് നല്ല മാർക്കാണ്. അപ്പം ഇത്രേ ഈ 5 ശ്ലോകം 2, 7, 8, 9, 34 ഈ 5 ശ്ലോകം കൃത്യമായിട്ട് കാണാതെ പഠിക്കാം. ഇതിനകത്ത് ഇത് 7, 8, 9 കഴിഞ്ഞു. പ്രഭു ഇത് നമ്മള് 4-ാം അധ്യായത്തിലല്ലേ ഈ 2, 7, 4-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം ക്വസ്റ്റ്യൻ ആൻസർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ ഇന്നല്ലേ നാളെ തന്നെ ഞാൻ വോയിസ് മെസ്സേജ് ഇടും. ക്വസ്റ്റ്യന് ആരാണ് ശ്ലോകത്തെ നമ്പർ ഇടും, ആൻസർ കീയും തരും, ആരാണ് ആൻസർ പറയേണ്ടതെന്നും പറയും. ഓക്കെ, അപ്പം ഇത് ഓർമ്മിച്ചിരിക്കുക. ഇനി നമ്മൾ വരുന്നത് സുശീം പ്രഭു പറഞ്ഞോളൂ. പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു എല്ലാം പറഞ്ഞല്ലോ, ഞാനെന്ത് പറയുന്നു? ഞാനൊന്നും പറഞ്ഞില്ല. പ്രഭു പറഞ്ഞില്ല. ഈ ഓഫർ ചെയ്യുന്നതൊക്കെ അതുകൊണ്ട് എല്ലാം നമ്മൾ ക്ലിയർ ആവുമല്ലോ. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാം പെർഫെക്റ്റാ. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതല്ല, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. ഓഫർ ചെയ്യുന്നത് കൊണ്ട് ഓഫർ ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന ബാക്കി കാര്യമെല്ലാം അതിൽ കവർ ചെയ്യപ്പെടുമല്ലോ. തീർച്ചയായിട്ടും അത് ആണ് എൻ്റെ ഒരു മെസ്സേജ്. ഓഫർ ചെയ്യുക എന്നുള്ള ഒരു അതില് എല്ലാം വരും, പുഷ്പം, ഫലം, അങ്ങനെ. അതും അല്ലെങ്കിൽ എല്ലാം കഴിക്കുന്ന എല്ലാം പ്രഭു പറഞ്ഞ കണക്ക് കടലക്കറിയും ദോശയും JP പ്രഭുവിനല്ല. അത് വർക്ക് ചെയ്യും. അത് ആണ് എല്ലാവരും ചെയ്യേണ്ടത്. അപ്പം ഒരുവിധം നമ്മളറിയാതെ തന്നെ ഈ കർമ്മങ്ങളിൽ നമുക്ക് വെളിയിൽ നിൽക്കാമല്ലോ. അപ്പം നമ്മള് മാർക്കറ്റിൽ പോണതും കടയിൽ പോണതും എല്ലാം ഭഗവാന് വേണ്ടിയാവും. നമ്മൾ പണ്ടിങ്ങനെ പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ ഇപ്പം പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പൊ നാളെ തൊട്ട് നമ്മുടെ കൊച്ചുങ്ങൾ പറയും, അച്ഛാ ഭഗവാൻ ഒരു ചോക്ലേറ്റ് വേണമെന്ന് സ്വപ്നം കണ്ടേ ഞാനൊന്ന് പറയും. അല്ല, അത് അങ്ങനെയാണല്ലോ. അതും അതിനകത്തുണ്ട്. ചോക്ലേറ്റ് മേടിക്കുന്നതും ഭഗവാന് വേണ്ടിയാണ്. പറയും, കുട്ടികൾ പറയും, അച്ഛൻ ഭഗവാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നില്ല അത് പറയും ഇല്ലേ? പ്രഭു പറഞ്ഞ ശ്ലോകാസ് ഒക്കെ വളരെ എളുപ്പമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ, പിന്നെ എല്ലാം പറഞ്ഞ ശ്ലോകാസ് എല്ലാം എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും വേഗം. അതെ, അപ്പൊ നമ്മള് വീണ്ടും അടുത്ത ശില്പമാതയുടെ അടുത്തോട്ട് വരിക. ശില്പമാതാജി ടീച്ചറിന്റെ ആളാത്ര. സ്റ്റുഡന്റ് കാണുമല്ലോ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഭഗവാൻ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മം, പിന്നെ വികർമ്മം, പിന്നെ അകർമ്മം. ഭഗവാൻ പറയുന്ന കർമ്മം ചെയ്യുന്ന ആൾക്കാര് they will earn പുണ്യ and they will go to higher planets like സ്വർഗത്തിൽ പോവും അങ്ങനെ. പക്ഷെ അവര് കുറെ വർഷങ്ങൾ സ്വർഗത്തിൽ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വീണ്ടും ഭൂമി തന്നെ വരും എന്നാണ്. വികർമ്മ അത് കർമ്മ. വികർമ്മ ചെയ്യുന്ന ആൾക്കാര് ശരിക്കും വേദിക് സ്ക്രിപ്റ്റേഴ്സിന്റെ എഗൻസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവര് they will earn പാപങ്ങള്. എന്നിട്ട് അവര് they go to hellish planets, they go below. കുറെ വർഷങ്ങൾ അവിടെ ജീവിച്ചിട്ട് പിന്നെയും അവര് അവിടെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ പിന്നെയും ഭൂമിയിൽ ജനിക്കും. ബട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും അകർമ്മമാണ്. വേർ we won't have any reaction. പുണ്യ ഇല്ല, പാപം ഇല്ല, but we will break the cycle of birth and death and we will go to back to Godhead, that is Goloka Vrindavan. So I think അതാണ് ഈ ശ്ലോകാസിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇന്ന്. അതെ, സത്യം. നമ്മള് ഇപ്പം ആരെങ്കിലും ഒക്കെ വലിയ മേലധികാരികളും പിന്നെ കീഴ് ജീവനക്കാരൊക്കെ ഉള്ളതായിരിക്കും. ജോലിയുടെ ഭാഗമായിട്ട് എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഒരു ന്യായാധിപൻ എന്താണ്, തീർച്ചയായിട്ടും കേൾക്കില്ല. എങ്കിലും അതുകൊണ്ടാണ് പിന്നെ പാണ്ഡവരെല്ലാം ഇതിലൂടെ പോയി ഒന്ന്
നരകത്തിന്റെ എൻട്രൻസ് കണ്ടിട്ട് പോയി. മഹാഭാരതം വരുമ്പോൾ സുശീംപ്രഭു പറഞ്ഞോളും കൂടുതൽ. ഇവിടെ എല്ലാം അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് കർമ്മത്തിന്റെ റിയാക്ഷൻ വളരെ സങ്കീർണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ സങ്കീർണം. വേദനിപ്പിക്കേണ്ട അരുതാത്ത ഒരാളിനെ ആയിരിക്കും. അതായത് ഒരു ശാസ്ത്രമനുസരിച്ച് നമ്മൾ കൂടുതൽ പിന്നെ പറയാം. ശാസ്ത്രമനുസരിച്ചിട്ട് ഏതൊരാളിനെയോ വേദനിപ്പിക്കരുതാവോ ഒരു പക്ഷേ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവരെ വേദനിപ്പിക്കേണ്ടി വരും മാനസികമായിട്ട്. പക്ഷെ അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഇവിടെയാണ് പാതാളകാരൻ്റെ വരുന്നത്. അവിടെ എല്ലാം ഭഗവാനെ സമർപ്പിക്കണം. ഭഗവാനെ ഞാൻ എൻ്റെ കർമ്മത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ചിലർക്ക് വേദനിച്ച് പോകും. ഭഗവാനെ സമർപ്പിച്ചിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, അതുകൊണ്ടാണ് അവിടെയാണ് കണക്ടിവിറ്റി, ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രസക്തി. കണക്ടിവിറ്റി ഉണ്ടാകുന്നത്. നമുക്ക് തെറ്റോ ശരിയോ സംശയം വരുന്ന സമയത്തെല്ലാം നമ്മൾ നാമം ജപിച്ചിരിക്കണം. നാമം ജപിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഭൗതിക ലോകത്ത് നമുക്ക് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പോകാനും പറ്റത്തില്ല. അതേസമയം ഇതിന്റെ ഒന്നും ഓണർഷിപ്പ് നമ്മൾ എടുക്കുകയും ചെയ്യരുത്. ഇതൊന്നും ഞാനല്ല ചെയ്തത്, ഇതൊന്നും എൻ്റെ കാര്യത്തിൽ പെടുന്നതല്ല, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതുമല്ല എന്നുള്ള ഭാവമായിരിക്കണം എല്ലാത്തിനും. ഹരേ കൃഷ്ണ. അപ്പോ നമ്മൾ പോകുമ്പോൾ പ്രഹ്ലാദൻ ചേട്ടാ പറഞ്ഞു. ഇന്ന് നമ്മൾ വായിച്ചതില് കർമ്മത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതെ. അപ്പോ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ആര് കാണുന്നുവോ അയാൾ മനുഷ്യനിൽ വെച്ച് പ്രഗത്ഭനാകുന്നു, അല്ലെങ്കിൽ ബുദ്ധിമാനാകുന്നു. എക്സാക്ട്ലി. ആ സത്യദർശി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെല്ലാം പൂർണ്ണമായിരിക്കും. തീർച്ചയായിട്ടും ഇത് ചെയ്യുന്ന കർമ്മത്തിന് ഒരു ആഗ്രഹങ്ങളോ സങ്കല്പങ്ങളും കൂടാത്തവയോ ആകുന്നുവോ അയാൾ ചെയ്യുന്ന കർമ്മങ്ങള് അദ്ദേഹത്തെ അറിവുള്ളവരെല്ലാം ജ്ഞാനിയായിട്ട് അല്ലെങ്കിൽ പണ്ഡിതനായിട്ട് കണക്കൂട്ടാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും സൂപ്പർ പോയിന്റ് ആണ് പറഞ്ഞത്. സൂപ്പർ പോയിന്റ് ആണ് പറഞ്ഞത്. അവന് വേണ്ടിയാണ് ചെയ്തതെന്നും പണ്ട് ഉഴപ്പാനും പാടില്ല. അങ്ങനെയുണ്ട്. ബെസ്റ്റ് ഓഫ് പണിയും ഉണ്ട്. അതൊരു പ്രശ്നമാണ്. അത് പറയുന്നുണ്ട്. അവന് വേണ്ടിയല്ലേ അത് പണ്ട് ചുമ്മാ ചെയ്ത് വിടാൻ പറ്റില്ല. ഉഴപ്പാൻ പാടില്ല. കാര്യം അർജുനോട് അതാണ് പറഞ്ഞിരിക്കുന്നത്. നിനക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നീ സൂപ്പറായിട്ട് ക്ഷത്രിയനാണ് നീ. യുദ്ധം വെറുതെ പോയി നിൽക്കാനല്ല, അടിച്ച് കൊല്ലാണ്, യുദ്ധം ചെയ്ത് കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഫേമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, കൃത്യമായിട്ട്. അതുകൊണ്ട് ഉഴപ്പം പറഞ്ഞിട്ടില്ല, ചെയ്തിരിക്കണം എന്നാ പറഞ്ഞത്. യാതൊരു സംശയവും അതിനകത്ത്. പക്ഷേ നീ ചെയ്തത് ഞാൻ പറഞ്ഞിട്ടാണ്, അല്ല നിന്റെ ഇഷ്ടത്തിനല്ല ചെയ്തെന്നുള്ള ബോധ്യം നിനക്കുണ്ടാവും. ആ ഒരു ബോധം നിനക്കുണ്ടാവും. നീ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഒരു ടൂള് മാത്രമാണ്. പക്ഷെ ഭഗവാൻ കൂടുതലൊന്നും പറഞ്ഞിട്ട് അർജുനത് മനസ്സിലായില്ല. അർജുന അവസാനം വലിയ യോദ്ധാവായിട്ട് രഥത്തിൽ ഇരുന്നതും ആ സംഭവം ഉണ്ടായത് എന്നത് കാരണമാണ്. അതെ 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 അതെ. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും കൈ ഉയർത്തി എന്താണ് പറയുന്നത്? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അവസാനം അർജുനൻ വിശ്വംപ്രഭു പറഞ്ഞതുപോലെ എല്ലാം മറന്നിട്ട് നോക്കണം. 2.5 മണിക്കൂർ സംസാരിച്ച് 18 ദിവസം യുദ്ധം ചെയ്ത് 18 ദിവസം യുദ്ധം ചെയ്തപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതെല്ലാം അങ്ങ് മറന്നു. നമ്മുടെ മഹാബലിയെ പോലെ അർജുനൻ ചെറിയൊരു എല്ലാരെയും യുദ്ധം ചെയ്ത് ഞാൻ തോൽപ്പിച്ചു കഴിഞ്ഞു. അർജുനന് 2 അബദ്ധങ്ങളാണ് പറ്റിയത്. 2 അബദ്ധങ്ങൾ. ഒന്ന്,
തേരിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇല്ല, കൃഷ്ണൻ ആദ്യം ഇറങ്ങാൻ പറഞ്ഞു. അങ്ങ് ആദ്യം ഇറങ്ങും, ഞാൻ പതുക്കെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അല്ല അർജുന, അങ്ങ് ആദ്യം ഇറങ്ങാൻ പറഞ്ഞു. അവസാനം നിർബന്ധിച്ച് അർജുനനെ ഇറക്കിച്ചിട്ട് കൃഷ്ണൻ ഇറങ്ങി വരുമ്പം ആ രഥം അപ്പോൾ തവിടുപൊടിയായി. 18 ദിവസത്തെ ശരങ്ങളും ആ തേരില് എയ്ത് കിടക്കുകയായിരുന്നു. ഭഗവാൻ ഉണ്ടായത് കൊണ്ട് മാത്രം ആ രഥത്തിന് നിലനിൽപ്പുണ്ടായി. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും വീണ്ടും അർജുനനെ ഭഗവാൻ ഒരു പാഠം കൊടുത്തു. ഏതാണ്? ഭഗവാന്റെ സഖിമാരെ അല്ലേ അവിടെ നിർത്തിയിട്ട് പോയത്? ഏത് രക്ഷിക്കാനായിട്ട് ഏൽപ്പിക്കും. അർജുനനെ ഏൽപ്പിച്ചിട്ട് പോകും. ഏതോ ഡെക്കോയിറ്റ്സ് അവർ പിടിച്ച് ഭഗവാൻ അർജുനനെ ശരിയാക്കി വിടും. തിരിച്ചു വരുമ്പോഴത്തേന് അതെ, അതാണ് ഭഗവാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു. അതിനുശേഷം ആ ടൂളിന്, അർജുനന്റെ കയ്യിലിരുന്ന ആയുധങ്ങൾക്ക് ഒരു ശക്തിയും ഇല്ലാതായി. ഭഗവാൻ ആ ശക്തിയെല്ലാം എടുത്തു കളഞ്ഞു. അപ്പം അർജുനന്റെ കഴിവല്ല, അർജുനന്റെ മാത്രം കഴിവെന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ കർണൻ ജയിച്ചേനെ. കർണനാണ് ജയിക്കുന്നത്, അങ്ങനെയാണ് നോക്കുവാണ്. അല്ല, ഭഗവാന്റെ ശിഷ്യനും ഭഗവാന്റെ സുഹൃത്തും ഭഗവാന്റെ മിത്രവുമായതുകൊണ്ട് അർജുനൻ ജയിച്ചു. നമ്മുടെ ജീവിതത്തിലും ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ശിഷ്യനും നിത്യദാസനായിരിക്കണം, ഭഗവാന്റെ നിത്യദാസൻ ഭഗവാന്റെ മിത്രമായിരിക്കണം, ഭഗവാന്റെ സുഹൃത്തായിരിക്കണം. ഹരേ കൃഷ്ണ. രവീം പ്രഭു ഉറങ്ങിപ്പോയി. രവീം പ്രഭു ഒരു പാട്ട് പാടുള്ളൂ. വിസ്മയ, അച്ഛനൊരു പാട്ട് പാടാൻ പറ. വിസ്മയ ചിരിക്കുന്നു. എന്തേ ചിരിക്കുന്നത്? വിസ്മയ പാട്ട് പാടത്തില്ലേ അച്ഛൻ? ഹരേ കൃഷ്ണ. ആര് പാടും ഇന്ന്? നമ്മുടെ നന്നു എല്ലാം പോയോ? നന്നു എവിടെ? ഇനി കുട്ടികളെ കിട്ടുന്ന സമയത്തിന് വേറെ സമയം, വേറെ ഒരു സെഷൻ നോക്കണോ? ഹരേ കൃഷ്ണ. അമൃതമാതാജി പറഞ്ഞോളൂ. മ്യൂട്ടാണ്. ആരാണ് ഔട്ടായി പോയത്? ആമി അച്ഛൻ എവിടെ? तुमेव वादा चुपिता तुमेव तुमेव वंद सखा तुमेव तुमेव विद्याद्रविणं त्वमेव विद्याद्रविणं त्वमेव त्वमेव सर्वं मम देव कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। वसुदेवसुतं देवं तं सकारुण्यवर्धनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं कात्यायनी महामायी नन्दगोपसुतं देवं श्रीकृष्णास्मि हरे कृष्ण 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 हरे 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 राम 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 हरे। लोका समस्ता सुखिनो भवन्तु। ओम शांति शांति शांति।